നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിനേക്കാൾ മുമ്പ് നമ്മളതിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സൊക്കെ നോക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ എൻ്റെ ചാനലിൽ ഒരു അൺബോക്സിങ് വീഡിയോ ഇട്ടായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ ഡി ജെയുടെ നിയോ ഡി ജെയുടെ ഇതൊരു ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഡി ജെയുടെ ഒരു കുഞ്ഞൻ ഡ്രോണാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിരുന്നു. അപ്പോൾ ഇന്ന് ഞാനിതിൻ്റെ നെഗറ്റീവ്സും, അതായത് ഇപ്പോൾ ഞാൻ 2-3 വീക്സ് ആയിട്ട് യൂസ് ചെയ്തതിൻ്റെ അല്ലെങ്കിൽ ഒരു വൺ മന്തായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ജെന്യൂൻ ആയിട്ടുള്ളൊരു യൂസർ റിവ്യൂവും പിന്നെ എൻ്റെ കൂട്ടുകാർ ചോദിച്ച കുറച്ച് സംശയങ്ങളുമായിട്ടുള്ള ഒരു ചെറിയൊരു ക്വിക്ക് വീഡിയോ ആണ്. സോ യു ആർ വാച്ചിങ് RC മല്ലു. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ആദ്യമേ തന്നെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇതിൻ്റെ നെഗറ്റീവ്സ് എന്തായിരിക്കുന്നല്ലേ. ഇതിൻ്റെ മെയിൻ നെഗറ്റീവ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്, അതായത് ഇതിൻ്റെ ഭാരക്കുറവ്. ഇത് കമ്പനി തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 135 ഗ്രാമേ ഉള്ളൂ. 135 ഗ്രാം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ക്യുക്ക് മോഡിലാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. ക്യുക്ക് മോഡലിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിൽ വേറെ കൺട്രോളറോ അല്ലെങ്കിൽ വേറെ ഫോണോ ഒന്നും നമ്മൾ കണക്ട് ചെയ്യുന്നില്ല. ക്യുക്ക് മോഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മളൊരു അതിൽ തന്നിരിക്കുന്ന ആ സ്വിച്ചിൽ ഞെക്കി ഏത് മോഡാണ് സെലക്ട് ചെയ്യുന്നത്, ആ മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എയർക്രാഫ്റ്റ് ഓട്ടോമാറ്റിക് ടേക്ക് ഓഫ് ചെയ്ത് വീഡിയോ നമ്മൾ കൊടുത്തിരിക്കുന്ന മോഡിൽ വീഡിയോ എടുത്ത് ലാൻഡ് ചെയ്യുന്നു. അതാണ് ക്വിക്ക് മോഡ്. അപ്പോൾ നമുക്ക് വേറെ അതിൽ ഒരു റോളും ഇല്ല. ഇത് ലാൻഡ് ചെയ്തതിന് ശേഷമേ നമുക്കത് അതിൽ തുടരേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ഹൈ ആൾട്ടിറ്റ്യൂഡിൽ വീഡിയോ, അതായത് എയർക്രാഫ്റ്റ് പൊങ്ങിക്കഴിഞ്ഞ് വീഡിയോ എടുക്കുമ്പോൾ അവിടെ വിൻഡിന് കുറച്ചും കൂടി എന്നാ പറയുക, ഒരു സിവിയറിറ്റി കൂടുതലായിരിക്കും. അന്നേരം ഇതിന് സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല. എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യമാണ്. ഇത് നമ്മൾ എന്താ പറയുക, കാറ്റത്ത് പൊട്ടിപ്പോയി പട്ടം പോലെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാനിവിടെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ഫംഗ്ഷൻ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇതെടുത്തത്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഡിഫാൾട്ടായിട്ടുള്ള ഹൈറ്റ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഒരു 10 മീറ്റർ ഹൈറ്റിലോട്ട് ക്വിക്ക് മോഡ്, ഒരു ഹെലിക്സ് മോഡിലോട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തു. നോർമലി തന്നെ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്ത് മേളിലോട്ട് പോയി വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ മുതൽ കാറ്റ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. വീഡിയോ പ്രോപ്പറായിട്ട് എടുക്കുന്നില്ല. ഇങ്ങനെ ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എയർക്രാഫ്റ്റ്. ലാസ്റ്റ് ഇത് വീഡിയോ ഷൂട്ടിങ് അതിൻ്റെ കഴിഞ്ഞ് ഇത് ലാൻഡ് ചെയ്യാൻ നോക്കിയ സമയത്ത് ഹെവി വിൻഡാണ്. ആ സമയത്ത് താഴോട്ട് വരും, നമുക്ക് എത്താവുന്നതിന് മുകളിൽ വന്ന് നിൽക്കും, വീണ്ടും അത് പൊങ്ങിപ്പോവും, വീണ്ടും താഴെ വരും, വീണ്ടും പൊങ്ങിപ്പോവും. ഒരു 5 to 8 മിനിറ്റ്സോളം ഞങ്ങളെല്ലാവരും മുകളിലോട്ട് നോക്കിയിരുന്നു. നമുക്കിത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കൺട്രോളറായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. ഇത് ഓട്ടോമാറ്റിക് ഇത് തന്നെ താഴത്തോട്ടേ വന്നേ പറ്റൂ. നമുക്ക് പോയി പിടിക്കാനോ പറ്റില്ല. കാരണം ഇത് ഓൾറെഡി നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് വരെ ഞാൻ ആലോചിച്ചിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ മനസ്സിലൊരുണ്ടായത് ഇതിൻ്റെ ബാറ്ററി തീരുമ്പോൾ താഴത്തേക്ക് ചാടിക്കോളും എന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴാണ് അടുത്തൊരു പ്രശ്നം കണ്ടത്. വിൻഡ് വരുമ്പോൾ, നല്ല വിൻഡ് വരുമ്പോൾ ആ വിൻഡിൻ്റെ ഒപ്പം അത് കുറച്ചും നീങ്ങി പോകണം. അതായത് പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഡ്രോൺ നഷ്ടപ്പെട്ടു എന്നാണ്. പക്ഷേ ദൈവാധീനം എന്ന് പറയാം, എങ്ങനെയോ ഇത് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നേരെ താഴത്തോട്ട് വന്ന് ലാൻഡ് ചെയ്തു. അപ്പോൾ അത് ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് എനിക്കത് ഫീൽ ചെയ്തത്. കാരണം നോർമലി 4 മീറ്റർ ഹൈറ്റിലൊന്നും അത്ര വിൻഡ് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ അതൊരു ഓപ്പൺ ഏരിയ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പൺ ഏരിയയിൽ എടുക്കുമ്പോൾ, നമ്മുടെ കേരളത്തിലൊരു ഹില്ലി ഏരിയയിലൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡ്രോൺ നഷ്ടപ്പെട്ടു എന്ന് ഇരിക്കാം. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഡ്രോബാക്കാണ്. രണ്ടാമത്തെ ഒരു ഡ്രോബാക്ക് ഇതിൻ്റെ 1 ആക്സിൽ ജിംബൽ. ഇതിന് 3 ആക്സിൽ ജിംബലില്ല, ഇതിന് 1 ആക്സിൽ ജിംബലുള്ളൂ. അത് വളരെ ഒരു ഡ്രോബാക്കാണ്. പ്രത്യേകിച്ച് ഇതുപോലെ വിൻഡ് സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കാൻ ഒരു പ്രയാസപ്പെടുന്ന സമയത്ത് ഒരു 3 ആക്സിൽ ജിംബിൾ ഇല്ലെങ്കിൽ വീഡിയോയ്ക്ക് അത്യാവശ്യം ഷേക്ക് ഉണ്ടാവും. എന്നാലും കമ്പനി പറയണത് ഇതിന് ഒരു എന്താ പറയുക, ആർട്ടിഫിഷ്യലി ഇതിൻ്റെ വീഡിയോസ് ഡിജിറ്റലി ഇത് സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. അതങ്ങനെ ചെയ്യുന്നുമുണ്ട്. പക്ഷേ നല്ല വിൻഡിൻ്റെ സമയത്തുള്ള സ്റ്റെബിലൈസേഷൻ അത് വളരെ പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. വീഡിയോ ക്ലിയർ അല്ല അത്. അന്നേരം നമുക്ക് റെസൊല്യൂഷനും അതിലെങ്കിൽ 4K ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല, വീഡിയോ ഭയങ്കര ജമ്പിങ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതാണ് രണ്ടാമത്തെ ആയിട്ടുള്ള ഇതിൻ്റെ ഡ്രോബാക്ക്. അടുത്തൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ മെമ്മറി കാർഡ് ഇടാൻ പറ്റായ്കയാണ്. മെമ്മറി കാർഡ് ഇടാൻ പറ്റാത്തതുകൊണ്ട് നമുക്കിപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന പ്രൊജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അത് നമ്മുടെ ഇതിൽ നിന്ന് മാറ്റി നമ്മളെപ്പോഴും മെമ്മറി ഫ്രീ ആക്കി വെക്കണം. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഓർക്കുന്നത്. നമ്മളവിടെ സൈറ്റിൽ ചെന്ന് കഴിയുമ്പോഴായിരിക്കും അയ്യോ മെമ്മറി ഇല്ലയെന്ന് ഓർക്കണേ. നമുക്ക് വേറൊരു മെമ്മറി കാർഡ് മാറിയിടാൻ പറ്റില്ല. നമ്മൾ എന്തായാലും ഇതിന് മാറ്റിയേ പറ്റൂ. അപ്പോൾ ഇത് മാറ്റണമെങ്കിൽ എങ്ങനെയായാലും ഒരു ബാറ്ററിയുടെ അടുത്ത് ചാർജ് അതിന് പോകും, പിന്നെ സമയവും പോകും. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഡ്രോബാക്കാണ്. പക്ഷേ നമ്മുടെ ഈ 3 ബാറ്ററി വെച്ച് നമുക്ക് ഏകദേശം
45 മിനിറ്റ്സേ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ 4K വീഡിയോ 45 മിനിറ്റ്സ് ഷൂട്ട് ചെയ്യാനുള്ള മെമ്മറി ഇതിലുണ്ട്, 22 GB ഇതിലുണ്ട്. അപ്പോൾ നമുക്കത് കോംപ്രമൈസ് ചെയ്യാം. പക്ഷേ എന്നാലും അതൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അടുത്ത പിന്നെ ഒരു ഡ്രോബാക്ക് എന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് പറയുന്നുണ്ടെങ്കിലും എനിക്കത്ര എന്നാൽ ക്ലാരിറ്റി ഉണ്ട്. ലോ ലൈറ്റിലൊക്കെ നല്ല അസാധ്യ ക്ലാരിറ്റിയാണ്. കാരണം നമ്മളൊരു ഓഡിറ്റോറിയൽ ഇൻഡോറിലൊക്കെ നമ്മൾ വീഡിയോ പിടിക്കുമ്പോൾ ലോ ലൈറ്റാണ്, പക്ഷെ നല്ല ക്ലിയർ ആയിട്ടുള്ള വീഡിയോ ഫുട്ടേജ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഡ്രോബാക്സ്. പിന്നെ ഇനി ഇത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ അട്രാക്റ്റീവ് അല്ലെങ്കിൽ മെയിൻ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്വിക്ക് മോഡുകളാണ്. അത് വളരെ ഒരു ഉപകാരപ്പെട്ട ഒരു സാധനമാണ്. കാരണം നമുക്ക് വ്ളോഗേഴ്സിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മളൊരു ഫാമിലിയായിട്ട് ഔട്ടിങ് പോകുമ്പോൾ ആ മോഡ്സൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അടുത്തത് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നത് ഇതിൻ്റെ കോമ്പാക്ട് സൈസ് തന്നെയാണ്. നമുക്കിത് പോക്കറ്റിലിട്ട് കൊണ്ട് നടക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെറിയ ബാഗുകളിലോ നമുക്ക് വെക്കാം. വേറെ ഒരു ഹാർഡ് കേസിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ബാഗിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇതിൻ്റെ പ്രൊപ്പലേഴ്സ് എല്ലാം പ്രൊട്ടക്റ്റഡ് ആണ്. അതും അതിൻ്റെ അടുത്തൊരു അഡ്വാൻറ്റേജ് ആണ് പറയാൻ കാരണം. ഞങ്ങൾ വീഡിയോ പിടിച്ചപ്പോൾ ഇത് ഒരു ബുഷസിൻ്റെ ഉള്ളിലോട്ട്, ഒരു വലിയൊരു ബുഷിൻ്റെ ഉള്ളിലോട്ട് ഈ എയർക്രാഫ്റ്റ് കയറിപ്പോയി. കാരണം നമ്മൾ സൈസ് കാൽക്കുലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ സർക്കിൾ കാൽക്കുലേറ്റ് ചെയ്തതിലുള്ള ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ്. അപ്പോൾ അത് ബുഷിൻ്റെ ഉള്ളിലോട്ട് കയറി. സെൻസറുകൾ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കൊടുക്കുന്ന മോഡിൽ കൂടെ അത് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. എവിടെയെങ്കിലും ടച്ച് ആയി കഴിഞ്ഞാൽ ക്രാഷ് ലാൻഡിങ് ആയിരിക്കും. എന്നാലും അത് സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഒരു വാളിലോട്ടൊക്കെ ടച്ച് ചെയ്ത് നിൽക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കർട്ടനിൽ ടച്ച് ചെയ്ത് നിൽക്കുവാണെങ്കിൽ അത് സ്റ്റെബിലൈസ് ചെയ്ത് പെട്ടെന്ന് ബാക്കോട്ട് പോരാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും സെൻസർ കൊണ്ടല്ല, അത് അതിൻ്റെ ടച്ച് ചെയ്തെന്നത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യലി അതിൻ്റെ ഇൻ്റലിജൻസ് കൊണ്ടാണ് പെട്ടെന്ന് ബാക്കോട്ട് വരുന്നത്. അതിന് വേറെ സെൻസേഴ്സ് ഒന്നും ഇതിന് അവൈലബിൾ അല്ല. പക്ഷേ ഇത് സേഫാണ്. നമുക്ക് നമ്മുടെ കയ്യിലോട്ട് ലാൻഡ് ചെയ്യാനും, നമ്മുടെ മേത്ത് ഇടിച്ചാൽ പോലും ഇതിൻ്റെ പ്രൊപ്പല്ലേഴ്സ് നമ്മുടെ മേത്ത് ടച്ച് ആവില്ല. കാരണം 360 ആയിട്ട് അതിൻ്റെ എന്താ പറയുക, കംപ്ലീറ്റ്ലി അത് പ്രൊട്ടക്റ്റഡ് ആണ് ഇതിൻ്റെ പ്രൊപ്പല്ലേഴ്സ്. അതുകൊണ്ട് നമ്മുടെ മേഘത്തോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലൊന്നും ഇത് ടച്ച് ആവില്ല. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് പോക്കറ്റിലിട്ട് ക്യാരി ചെയ്യാനും പറ്റും. പിന്നെ ഇതൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ്, അതും ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം നമ്മൾ ഇതൊന്നും അധികം യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ഷൂട്ടിംഗ് അല്ലെങ്കിൽ മെറ്റീരിയൽ അല്ല. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മൾ ഔട്ടിംഗ് ഒക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു അങ്ങനെ പോകുന്ന സമയത്ത് മാത്രം വീഡിയോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്യാമറ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഡ്രോൺ ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി പൈസ അതിലോട്ട് ബഡ്ജറ്റ് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കതൊരു വലിയ കാര്യമല്ല. അപ്പോൾ ഇത് ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്കിത് കിട്ടുമ്പോൾ അതും ഇതിൻ്റെ ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ക്വിക്കായിട്ടുള്ള ഒരു യൂസർ റിവ്യൂ. അപ്പോൾ അടുത്ത ദിവസം ഏതാനും ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് നമ്മുടെ മേത്ത് മുട്ടിയാൽ അല്ലെങ്കിൽ നമുക്ക് ഇത് ആർക്കൊക്കെ ഇത് എല്ലാവർക്കും ബിഗിനേഴ്സിനൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അതിനുള്ളൊരു മറുപടി ആയിട്ട് അടുത്ത ദിവസം ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കാണണേ. അപ്പോൾ ആസ് യൂഷ്വൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. So thanks for watching. Signing off, RC Mallu. Bye.